ശ്രീ മഹേഷ് പണിക്കർ, താങ്കൾ അന്ന് ഇതിനു മുൻപ് ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ് തന്ത്രിമാർ അറിയാതെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. തന്ത്രിമാർ അറിയാതെ എന്നത് മാത്രമാണോ, തന്ത്രിമാർ കൂടി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പ് എന്നാണോ താങ്കൾ അന്ന് ഉദ്ദേശിച്ചത്? അത് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീകോവിലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അനുജ്ഞ വേണം. അനുജ്ഞ എന്ന് വെച്ചാൽ പേപ്പറിൽ അങ്ങോട്ട് എഴുതി കൊടുത്ത് എടുത്തോളാന്ന് പറയുന്നതല്ല. അതിനൊരു പൂജ വേണം, അവരുടെ സാന്നിധ്യം വേണം. അതൊരു അരിജ്ഞാകലശം പൂജിച്ചിട്ട് അത് ആടണം. അത് ആടിയിട്ട് ഈ അവരുടെ പ്രസൻസിൽ ആദ്യത്തെ പാളി ഇളക്കുന്ന അവർ തന്നെ പറ്റൂ. അതായത് ശില്പിയെ കൊണ്ട് ഇളപ്പിക്കാൻ പറ്റത്തില്ല. ഒരു വിഗ്രഹം ഇളക്കണേലോ അമ്പലം പൊളിക്കണേലോ ഒക്കെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതായത് തന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഉളിയും ചുറ്റി എടുത്തിട്ട് അദ്ദേഹം ഇളക്കണം. അദ്ദേഹം ഇളക്കിയിട്ട് വേണം ബാക്കി ഞങ്ങളെ പോലുള്ള ശില്പികളെ കൊണ്ട് ഇളക്കിപ്പിക്കാൻ. അപ്പോൾ അദ്ദേഹം ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു അവരുടെ അടുത്ത് ഓർഡർ മാത്രമേ കൊടുത്തുള്ളൂ, ഇതിനകത്ത് എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. പിന്നെ രാഹുൽ പറഞ്ഞ ഒരു കാര്യം, രാഹുൽജി പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. ഇതിനകത്ത് സ്വർണത്തിൻ്റെ ക്വാണ്ടിറ്റിയോ കുറവോ ഒക്കെ അദ്ദേഹത്തിന് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയോ അറിവില്ലായ്മയോ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, 39 ദിവസം ഇത് ട്രാവൽ ചെയ്തു 2 പ്രാവശ്യം. അതായത് നമ്മൾ ഓരോ മാസം അമ്പലം തുറക്കുന്നതാണല്ലോ. ഒരു അമ്പലം തുറന്നപ്പോൾ അത് അവിടെ ഇല്ല. അടുത്ത പ്രാവശ്യം 39 ദിവസം എന്ന് വെച്ചാൽ ഒരു മാസം കവർ ചെയ്തു. അടുത്ത മാസപൂജയ്ക്കും അത് അവിടെ ഇല്ല. അദ്ദേഹം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ അല്ലേ അകത്തോട്ട് കയറാൻ പറ്റൂ. ശബരിമല ക്ഷേത്രത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, അവിടെ തന്ത്രം എല്ലാ ദിവസവും ഉണ്ട്. ബാക്കി ക്ഷേത്രങ്ങളിൽ ഉത്സവാധികാരികളിൽ മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാ ദിവസവും തന്ത്രം ഉള്ളപ്പം എല്ലാ ദിവസവും അമ്പലം തുറക്കുമ്പോൾ ഉള്ള തന്ത്രി അദ്ദേഹം ഒരു മാസം കണ്ടില്ല, അടുത്ത മാസവും കണ്ടില്ലെങ്കിൽ അദ്ദേഹം ചോദിക്കണ്ടേ ഇതെവിടെ പോയി? അത് ചോദിച്ചിട്ടില്ല. അത് ചോദിക്കാത്തടത്തോളം കാലം അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഒരൊറ്റ വരി മഹേഷ് പറയുന്നതിനെ പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ. ആ ഇളക്കി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം? തിരിച്ചുകൊണ്ടിരുന്ന ദേവസ്വം ബോർഡല്ലേ? അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ജോബല്ലേ? ആചാരപരമായ ജോബാണോ? അതായത് അദ്ദേഹം അന്വേഷിച്ചിരുന്നു എന്നതാണ്. അതായത് 38 ദിവസം തിരികെ വരാത്ത കാര്യം തന്ത്രി അന്വേഷിച്ചിരുന്നു എന്നാണ് മഹേഷ് പണിക്കർ ചോദിച്ചത്. ഈ 39 ദിവസം തിരിച്ചു വരാത്ത അല്ല, ഉത്തരവാദിത്തമല്ല, അന്വേഷിച്ചിരുന്നോ, എവിടെ പോയി എന്ന് ചോദിക്കാൻ ചോദിക്കണ്ടേ? അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ഒരു ലെറ്റർ ഇട്ടിട്ടുണ്ടോ? ഒരു ഒഫീഷ്യൽ എന്തെങ്കിലും ഇവരോട് ചോദിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു രേഖയുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ ആ വാദഗതി ഇപ്പൊ രാഹുൽജി പറയുന്ന അവർ നിഷ്കളങ്കരാന്ന് പറയുന്നത് വളരെ തെറ്റാണ്. കാര്യം നമ്മളൊരു കാര്യം രാഹുൽ, അപ്പോൾ ആ സമയത്ത് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ സ്ക്രീനിൽ കണ്ടല്ലോ, നിങ്ങൾ ക്യാമറയിൽ കണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എന്നുള്ള വാദം ഉന്നയിക്കരുതേ. അല്ല, ഞാൻ പറഞ്ഞെന്താ അറിയാം, ഞാൻ ഒരു വരി മാത്രം മഹേഷി അങ്ങ് പറയുന്നത് സ്വാഭാവികം ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. പക്ഷേ പോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനല്ലേ? അതായത് ദേവസ്വം ബോർഡിന്റെ ആൾക്കാർക്കെതിരെ പോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഉത്തരവാദിത്തം അല്ല ഞാൻ പറയുന്നത്. അവര് അതായത് രാഹുൽജി ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ദേവന്റെ ഒരു വസ്ത്രം പോലെയാണ്. വിവസ്ത്രരായിട്ട് അവരവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് അടുത്ത പ്രാവശ്യത്തെ മാസപൂജയ്ക്ക് അദ്ദേഹം വരുമ്പോൾ അതവിടെ കാണുന്നില്ല. മാസപൂജ കഴിഞ്ഞ് പോകുമ്പോഴും കാണുന്നില്ല. ഒന്ന് പ്രസിഡന്റിനോടോ സെക്രട്ടറിയോടോ അല്ലെ പോലീസ് ഉദ്യോഗസ്ഥരോടോ അല്ലെ കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷനോടോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ ആരാണ് ഇതെന്താ നിങ്ങൾ കൊണ്ടുവെക്കാത്തേ, കൊണ്ടുവെക്കൂ, അത് ശരിയല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചാൽ അവിടെ തീരുന്ന വിഷയമേ ഉള്ളൂ. അപ്പോഴേ ഇതിന്റെ പോക്കും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് അതറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ അദ്ദേഹം അവിടെ ആക്ട് ചെയ്തില്ല. കാര്യം നമ്മൾ ഒരു കാര്യം, ഒരു കളവ് കണ്ടിട്ട് അതിനകത്ത് അനാസ്ഥ കണ്ടിട്ട് അനാസ്ഥയെക്കുറിച്ച് നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ അറസ്റ്റിലായിരുന്ന എൻ വാസു എന്താ പറഞ്ഞത്? രാഹുൽ, എൻ വാസു പറഞ്ഞത് മുരാരി ബാബു ഒരു കത്ത് നൽകി, അത് ബോർഡിന് കൈമാറി, അത് മാത്രമാണ് ഞാൻ ചെയ്തത്, ഉചിതമായ നടപടി തീരുമാനമെടുക്കാൻ ബോർഡിന് കൈമാറി. ഇതാണ് വാസു കോടതിയിൽ പറഞ്ഞത്, കോടതിയെ അറിയിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും, നിങ്ങൾ ഈ സാങ്കേതികത്വം പറഞ്ഞ എല്ലാവർക്കും അത് പറയാനൊരു ന്യായമുണ്ട്. അല്ല, വാസു സാറ് പറഞ്ഞതിന്റെ ഒരു പ്രത്യേകത, വാസു സാറിന് എന്തോ ഉത്തരവാദിത്തം ഉണ്ടെന്ന് കണ്ടുകൊണ്ടല്ലേ SIT അറസ്റ്റ് ചെയ്തത്. തന്ത്രിമാരുടെ മൊഴി എടുക്കാനല്ലേ വന്നത്, തന്ത്രിമാരെ അറസ്റ്റ് ചെയ്യാനല്ല. കൂടെ വലിച്ചിടുന്നതിന്റെ ഉദ്ദേശം അതും കൂടെ പറഞ്ഞ് എനിക്ക് തീർക്കാം. തന്ത്രിയെ കൂടെ വലിച്ചിടുന്നതിന്റെ ഉദ്ദേശം CPM-കാർക്ക് ഒരു ഡിഫൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതായത് തന്ത്രി അടക്കം എല്ലാവരും അവിടെ ഉണ്ട്, ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമല്ല എന്ന് ഡിഫൻസ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? ഇല്ലെങ്കിൽ ഹൈക്കോടതിക്ക് ഉത്തരവാദിത്തമല്ലേ? നമ്മൾ തിരിഞ്ഞു എന്ന് ചോദിക്കുകയാണ്, ഹൈക്കോടതി എന്തുകൊണ്ട് 39 ദിവസം കഴിഞ്ഞ് എന്നറിഞ്ഞില്ല? കാര്യം അന്ന് ആർക്കും അറിയില്ലായിരുന്നു 39 ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിൽ എത്തിയെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.